അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. സത്യസന്ധനായ ദശരഥ മഹാരാജാവ് പുത്രനെ യുവരാജാവാക്കി കാമിനിയായ കൈകേയിയുടെ മനോരഥം എന്താണാവോ ഈശ്വര നല്ലത് വരുത്തണേ എന്ന് ചൊല്ലി കൗസല്യാദേവി വിഷാദിച്ചിരിക്കുന്ന നേരത്ത് ദേവന്മാർ എല്ലാവരും സരസ്വതീ ദേവിയോട് അപേക്ഷിച്ചു. ദേവന്മാരുടെ അപേക്ഷ മാനിച്ച് സരസ്വതീ ദേവി മന്ധരയുടെ നാവിൽ പ്രവേശിച്ച്, മന്ധരെ, രാജ്യമൊട്ടുക്ക് എന്തു കാരണം കൊണ്ടാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്? ഈ ചോദ്യം കേട്ട മന്ധര കൈകേയിയോട് പറഞ്ഞു, നാളികലോചനനായ ശ്രീരാമന് നാളെ അഭിഷേകമുണ്ടെന്ന് തീർച്ചയാണ്. മൂഢേ, നീ ഒന്നും അറിയാതെ ഉറങ്ങിക്കൊള്ളൂ. നിനക്ക് ഒരാപത്ത് വന്നിരിക്കുന്നു. നിനക്ക് ബന്ധുവായി ആരുമില്ല സുന്ദരി. നാളെ തന്നെ രാമാഭിഷേകമുണ്ട്. ശ്രീരാമാഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കൈകേയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി, ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണ എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണീ ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിടുവാൻ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതേ എന്നമരന്മാർ പറഞ്ഞോരാനന്തരം. വദനാനന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു. കൈകേയി താനും അവളോട് ചൊല്ലിനാൾ, മന്ധരേ, ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തോ ഒരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു. നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ. കാമിനി മാർഗുല മൗലി മാണിക്യമേ, യുദ്ധമവൾ ചൊന്നത്
കേട്ടു